അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ മാസ്റ്റേഴ്സ് ലെവൽ മത്സരങ്ങൾക്ക് വേദിയായി തിരുവനന്തപുരം കാര്യവട്ടം രാജ്യാന്തര സ്റ്റേഡിയം. സ്റ്റീഫൻ കോശി ജേക്കബ് മെമ്മോറിയൽ ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ബാസ്കറ്റ്ബോൾ ടൂർണമെൻ്റ് എന്ന പേരിലാണ് മത്സരങ്ങൾ നടന്നത്. 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള പുരുഷ വനിതാ ടീമുകളാണ് ടൂർണമെൻറ്റിൽ മാറ്റുരച്ചത്. കേരളത്തിന്റെ അഭിമാനമായ കാര്യവട്ടം രാജ്യാന്തര സ്റ്റേഡിയം മറ്റൊരു കായിക വിരുന്നിന് കൂടി സാക്ഷിയായി. ഫുട്ബോളിനും ക്രിക്കറ്റിനും പിന്നാലെ ബാസ്കറ്റ്ബോൾ മത്സരത്തിനാണ് ഇൻഡോർ സ്റ്റേഡിയം വേദിയായത്. ബാസ്കറ്റ്ബോളിനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന സ്റ്റീഫൻ കോശി ജേക്കബിന്റെ സ്മരണാർത്ഥം സ്റ്റീഫൻ കോശി ജേക്കബ് മെമ്മോറിയൽ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് എന്ന പേരിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. Stephen Koshi Jacob Memorial Masters International Basketball Tournament, which is the biggest international event in the world at Masters level. 91 ടീമുകളാണ് പങ്കെടുക്കുന്നത്. മൊത്തം 109 കളികളാണ് നടക്കുന്നത്. 4 ദിവസമായിട്ട് സൈമൾട്ടേനിയസ്ലി ഇൻ 2 കോർട്സ്. രാവിലെ 6:30 കളികൾ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 10:30 വരെ കളികൾ തുടർന്നുകൊണ്ടിരിക്കും. എൻ്റെ മകൻ സ്റ്റീഫൻ കോശി ജേക്കബ് 2 വർഷം മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിരുന്നു. പ്രശസ്തനായ ബാസ്കറ്റ്ബോൾ താരമായിരുന്നു. നമുക്കിതിൻ്റെ ബാക്കപ്പും കാര്യങ്ങളും എല്ലാം തരുന്ന ടെക്നിക്കൽ സൈഡ് അസിസ്റ്റൻസ് കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ, വിച്ച് ഈസ് അഫിലിയേറ്റഡ് ടു ദ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരള. അവരുടെ 50 റഫറിമാരോളമാണ് നമ്മൾ ഈ മാച്ചുകൾ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡ് ഇയർ വി ആർ ഡൂയിങ് ദ ടൂർണമെൻറ്റ്. കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രത്ത് തന്നെയാണ് ചെയ്തത്. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലും ചന്ദ്രശേഖർ നായർ പോലീസ് സ്റ്റേഡിയത്തിലുമായിട്ടാണ്, 2 സ്റ്റേഡിയത്തിലായിട്ടാണ് ചെയ്തത്. ഇത്തവണ ഗ്രീൻഫീൽഡിലേക്ക് മാറിയ കാരണം ഇവിടെ 2 ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ അടുത്തടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്ലേയേഴ്സിനും ഒഫീഷ്യൽസിനും പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട, എല്ലാവരും ഇവിടെ തന്നെ അസംബിൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുമുള്ള പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യക്കകത്തുള്ള മുൻ ഇൻ്റർനാഷണൽ താരങ്ങൾ, ഇന്ത്യൻ ഇൻ്റർനാഷണൽസ് എല്ലാവരും തന്നെ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അത് സ്റ്റീഫനോടുള്ള സ്നേഹം കൊണ്ടും പേഴ്സണലി ഞാനുമായിട്ട് വർഷങ്ങളായിട്ട് അവർക്കുള്ള റിലേഷൻഷിപ്പ് കൊണ്ടും ആണെന്ന് അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. 95ലധികം ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ഒമാൻ, UAE, ശ്രീലങ്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ക്ലബ്ബുകളിൽ നിന്നുള്ള താരങ്ങളും മത്സരത്തിനിറങ്ങി. വിവിധ കാറ്റഗറികളിലായി 30 വയസ്സു മുതൽ 65 വയസ്സുവരെയുള്ളവരുടെ പുരുഷ വനിതാ ടീമുകളാണ് കളിക്കളത്തിലെത്തിയത്. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ടൂർണമെന്റിൽ 100-ലധികം മത്സരങ്ങൾ 2 കോർട്ടുകളിലായിട്ടാണ് നടന്നത്. സ്റ്റീഫന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവ് ജേക്കബ് കോശി, ഇങ്ങനെ ഞങ്ങൾ ഇതിനുമുമ്പ് മാസ്റ്റേഴ്സ് ഇവിടെ കേരളത്തിലും ഇന്ത്യയിൽ നാഷണൽസ് കളിക്കാനും അതേപോലെ ഇൻ്റർനാഷണൽ കളിക്കാനും ഞങ്ങൾ പോയിരുന്നു. സ്റ്റീഫൻ മരിച്ചതിന് ശേഷം സ്റ്റീഫൻ്റെ പേരിൽ ഞങ്ങൾ ഒരെണ്ണം ചെയ്യണമെന്നുള്ളത് ആഗ്രഹിച്ചു. കഴിഞ്ഞ കൊല്ലം ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് നടത്തുന്നത്. 2ാമത് സ്റ്റീഫൻ ജേക്കബ് കോശി ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റാണ്. ഇതിനു മുമ്പ് ഇത് സെക്കൻഡ് ടൈമാണ്. നമുക്ക് വേറെ മാസ്റ്റേഴ്സ് ഇവൻറ്റ്സ് ഉണ്ട്, പക്ഷേ കേരളത്തിൽ വെച്ച് ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റ് ആദ്യമായിട്ടാണ് ഇത് നടത്തപ്പെടുന്നത് മാസ്റ്റേഴ്സിൻ്റെ ഇതിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു. വളരെയധികം ടീമുകൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അറൗണ്ട് ഒരു 1000 പേരോളം പങ്കെടുത്തിരുന്നു. ഒമാൻ, ശ്രീലങ്ക, UAE എന്നൊക്കെ ടീംസ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം വളരെയധികം അതിൽ കൂടുതൽ ടീമുകളാണ് വന്നിരിക്കുന്നത്. ഒക്കെ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇവർ ഏകദേശം 90 ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 1000 കളിക്കാരോളം ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് തന്നെ 5 ടീമുകളുണ്ട്, UAE നിന്നുണ്ട്, ബഹ്റിൻ നിന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 30+, 40+, 50+ അങ്ങനെ അത്രയും പ്രായ ആൾക്കാർ എല്ലാവരും പ്രൊഫഷണൽ ലെവലിൽ നിന്ന് കളി നിർത്തി പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മാസ്റ്റേഴ്സ് ഇവൻറ്റ് നടത്തുന്നത്. ഇത് ഇവിടെ ഇന്ത്യയിൽ തന്നെയുള്ള ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് നടത്തുന്നത്. നമ്മൾ വിദേശങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ സ്റ്റീഫൻ കോശി ജേക്കബ് ഞങ്ങളുടെ മകന് വേണ്ടി ഓർമ്മയ്ക്കായിട്ട് നടത്തുന്നതാണ്. ഇപ്പോൾ എല്ലായിടത്തു നിന്നുള്ള പഴയ ഇന്ത്യൻ പ്ലേയേഴ്സും ഇൻ്റർനാഷണൽ പ്ലേയേഴ്സും എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഇവൻറ്റ് ഇന്ത്യയിൽ ഇതിനു മുമ്പ് നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനിയും അത് പല പല സ്ഥലങ്ങളിലായിട്ട് എല്ലാ വർഷവും നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഈ കൂട്ടത്തിൽ ഇപ്രാവശ്യത്തെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് പിന്നെ ലേഡീസിൻ്റെ പാർട്ടിസിപ്പൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും
കൂടുതലായിട്ട് ലേഡീസ് ടീം പാർട്ടിസിപ്പേഷൻ കൊണ്ട് കൂടിയിട്ടുണ്ട്. അവരുടെ അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ലേഡീസിൻ്റെ പ്രാതിനിധ്യം കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അവർക്കും കളി നിർത്തിയ മുൻകാല സ്റ്റേറ്റ് താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും ഇന്ത്യൻ ടീമിൻ്റെ കുപ്പായം അണിഞ്ഞ സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് ഈ പ്രായമായെങ്കിലും ദേ വോണ്ട് ടു സ്റ്റേ ഫിറ്റ്, കളിക്കണം, അമിതവണ്ണം കുറയ്ക്കണം, അത് ഗെയിമിനെ ലൈവായിട്ട് നിർത്തണം എന്നൊരു ആശയം മുന്നിൽ കണ്ടുകൊണ്ട് ആ ബാസ്കറ്റ്ബോളിനുള്ള സ്നേഹം വിടാതെ ഇപ്പോഴും അവർ കാത്തു സൂക്ഷിച്ചു. ഇത്രയും ഫാമിലിയും മറ്റു ഒഫീഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം മാറ്റിവെച്ച് ഈ 4 ദിവസം ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഈ കാര്യവട്ടം ക്യാമ്പസിൽ അവർ ഫുൾ പാർട്ടിസിപ്പേഷനോടുകൂടി ഫുൾ എനർജി ആയിട്ട് ഇവിടെ നിൽക്കുന്നതാണ് ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത്. കേരളത്തിന്റെ ബാസ്കറ്റ്ബോൾ പാരമ്പര്യത്തെ ആദരിക്കുന്ന ഈ ടൂർണമെന്റ് കളിയുടെ ജനപ്രിയത വർദ്ധിപ്പിക്കുകയും പ്രായമായ കളിക്കാരുടെ പങ്കാളിത്തം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. ദേശീയ സംസ്ഥാന റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത്. 4 നാൾ നീണ്ടുനിന്ന ടൂർണമെന്റിന്റെ വനിതാ വിഭാഗത്തിൽ ചെന്നൈയിൽ നിന്നുള്ള ഫ്യൂഷൻ ഇന്ത്യ ടീം +35, +45 വിഭാഗങ്ങളിൽ വിജയികളായി. +40 വനിതാ വിഭാഗത്തിൽ ശ്രീലങ്കൻ മാസ്റ്റേഴ്സ് വിജയിച്ചു. 30+ൽ കേരള ടീമായ വാരിയേഴ്സ് ഇന്ത്യയാണ് ചാമ്പ്യന്മാരായത്.